ഇതാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോടാ. അപ്പൊ നമ്മുടെ SSLC ബയോളജി ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളിൽ ചെന്ന പാടെ എന്താണ് ഇതേ ടെൻഷനായിരിക്കും നിങ്ങളുടെ മനസ്സിലും. എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കും, എവിടെ നിന്ന് തുടങ്ങും എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ അതിലും നിങ്ങൾക്ക് ഒരു ഈസി സബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ബയോളജി വരുന്നത്. പക്ഷെ ബയോളജി 10th ബയോളജി കണ്ടിട്ടും കുറച്ച് ടെൻഷൻ ആവുന്നവരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഈ ന്യൂറോണും ഇതും അതും ഒക്കെ പഠിക്കണം, ഇതുവരെ ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത സാധനമാണല്ലോ എന്ന് അല്ലെ. അതൊന്നും പേടിക്കേണ്ട, അതൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ തന്നെയാണ് മിസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും മിസ്സേ, ബയോളജി എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പോർഷൻസ്, കാരണം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ ടേംസുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് മിസ് ഈ ഒരു കാര്യം പറയുന്നത്. നമുക്കിതാ സൈലത്തിന്റെ അസ്ത്ര ബാച്ച് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററും നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു പോകുന്നുണ്ട്. ഓരോ ഡയഗ്രമും അതിന്റെ ഓരോ കോൺസെപ്റ്റും ലേബൽ ചെയ്യേണ്ടതും വരച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പൊ അസ്ത്രയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത എന്റെ മക്കൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ സ്ക്രോളിൽ പോകുന്നുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്കറിയാം, റെക്കോർഡഡ് വീഡിയോസും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസും എല്ലാ പ്ലാനും സെറ്റ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇനി കുറെ കുട്ടികൾക്ക് നമ്പർ കിട്ടാത്തതിന്റെ പ്രശ്നം വന്നിരുന്നു. അതാണ് ഈ നമ്പറും കൂടെ മിസ് കാണിക്കുന്നത്. 3499 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഒരു വർഷത്തേക്കാണ് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ. അത് നിങ്ങൾക്കറിയാം, യൂട്യൂബ് ക്ലാസ്സും ആപ്പ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അറിയാം. യൂട്യൂബിൽ ഇപ്പോഴും നമ്മളൊരു റിവിഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്പിൽ അങ്ങനെയല്ല, സമയമെടുത്ത് കോൺസെപ്റ്റ് അറിഞ്ഞ് നല്ല ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണ് പോകുന്നത്, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും. അപ്പം ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. ഓക്കെ ദെൻ, അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് നമ്പർ ഒന്നും കിട്ടാത്ത കുറെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് മിസ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതാ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് അറിയാനും പ്രതികരിക്കാനും, ഇങ്ങനെ അതെന്താണ് ഇതെന്താണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനും അറിയാനും, ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും, എന്താണ് നമ്മുടെ ബോഡിയിലുള്ളത്, എന്താണ് നമ്മുടെ ശരീരത്തിൽ ഇത്ര അത്ഭുതകരമായ കാര്യമുള്ളത് എന്നൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് തന്നെ തുടക്കത്തിൽ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ചെറിയൊരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്റ്റിമുലൈ എന്താണ്, അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ, ഇന്റേണൽ സ്റ്റിമുലൈ എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത് തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കേൾക്കാത്തവർക്ക് വേണ്ടി പറയാണ്. ഇനി അത് കേൾക്കാത്തവർ എന്ത് ചെയ്യണം, വീഡിയോ പോയിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പം സ്റ്റിമുലൈ അല്ലെങ്കിൽ ഉദ്ദീപനം, സ്റ്റിമുലൈ അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തില് എന്തൊക്കെ പ്രതികരണങ്ങൾക്ക് കാരണമാവുന്നത് എന്താണോ, റെസ്പോൺസിന് കാരണമാവുന്നത് എന്താണോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിമുലൈ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്? അപ്പം എന്താണോ നമ്മളിപ്പോ ചുറ്റുവട്ടത്തു നിന്നൊരു ബിരിയാണിയുടെ മണം വരുമ്പോൾ നമ്മളത് സ്മെല്ല് ചെയ്യുന്നു അല്ലെ. ഇതേ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ബിരിയാണിയുടെ സ്മെല്ല് വരുമ്പോൾ നമുക്കത് കഴിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുന്നുണ്ട്. അപ്പം വായിൽ വെള്ളം ഊറുന്നുണ്ട്. അപ്പൊ വായിൽ വെള്ളം ഊറാനുള്ള കാരണം അവിടെ എന്ത് ചെയ്തു, ഒരു സ്മെല്ല് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഇപ്പം അത് നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വായിൽ എന്തെങ്കിലും നല്ല ഒരു സുഖം നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ ബോഡിയിൽ പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന, റെസ്പോൺസിന് കാരണമാവുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ സ്റ്റിമുലൈ അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്നും ഇന്റേണൽ സ്റ്റിമുലൈ. രണ്ട് തരത്തിലാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആൻഡ് ഇന്റേണൽ സ്റ്റിമുലൈ. ബാഹ്യ ഉദ്ദീപനവും ആന്തരിക ഉദ്ദീപനവും. ഓക്കെ, ആന്തരിക ഉദ്ദീപനവും. ഇതിന് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതായത് പുറമേ നിന്നൊരു സൗണ്ട് നമ്മൾ കേട്ടു, അപ്പൊ നമുക്ക് കേൾവിക്ക് കാരണമായത് ആ സൗണ്ടാണ്. മിസ് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് മിസ്സിന്റെ സൗണ്ടാണ്. മിസ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ലൈറ്റ് തട്ടി റിഫ്ലക്ട് ചെയ്യുമ്പോൾ അവിടെ ലൈറ്റ് എന്താണ്, എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ്. അപ്പൊ ലൈറ്റ്, സൗണ്ട് അല്ലെ, പ്രകാശം, ശബ്ദം, അതുപോലെ സ്മെല്ല്, ഗന്ധം, ഇതൊക്കെ എക്സ്റ്റേണൽ സ്റ്റിമുലൈ, ബാഹ്യ ഉദ്ദീപനമാണ്. ഇന്റേണൽ സ്റ്റിമുലൈ അല്ലെങ്കിൽ ആധുനിക ഉദ്ദീപനം എന്ന് പറയുമ്പം നമുക്ക് വിശപ്പ് ഉണ്ടാകും അല്ലെ, ഹങ്കർ ഉണ്ടാകുന്നു, തേഴ്സ്റ്റ്, ദാഹം ഉണ്ടാവുന്നു,
ഉള്ളിൽ നിന്ന് വലിയ വയറുവേദന വരുന്നു, അത് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അവിടുത്തെ പെയിന് അല്ലെ, പെയിന്, വേദന അല്ലാതെ എക്സ്റ്റേണൽ സ്റ്റിമുലി ആയിട്ട് വരും. പുറമേ നിന്ന് ഒരു മുള്ളു കുത്തുമുള്ള വേദനയും എക്സ്റ്റേണൽ സ്റ്റിമുലി ആയിട്ടും വരും. അപ്പൊ ഇതുപോലത്തെ എന്താണ് എക്സ്റ്റേണൽ, ബോഡിയുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇന്റേണൽ, ആന്തരിക ഉദ്ദീപനം. പുറമേ നിന്നാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റിമുലി അല്ലെങ്കിൽ ബാഹ്യ ഉദ്ദീപനം എന്ന് പറയും. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടാവണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് റിസപ്റ്റേഴ്സ് ആണ്, ഗ്രാഹികൾ. ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. എന്താണ് സ്പെഷ്യലൈസ്ഡ് സെൽസ്? പ്രധാന കോശങ്ങൾ. അതായത് ഈ പ്രത്യേക തരം കോശങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ എന്ന് പറയുന്നത് പ്രത്യേക തരം കോശങ്ങൾ എന്ന് പറയാം. പ്രത്യേക തരം കോശങ്ങൾ. ഈ പ്രത്യേക തരം കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഈ വരുന്ന സ്റ്റിമുലസിനെ അല്ലെങ്കിൽ ഈ ഉദ്ദീപനത്തെ സ്വീകരിക്കുന്നത്. നമുക്ക് കണ്ണും മൂക്കും ചെവിയും പറയുന്ന പലതരത്തിലുള്ള സെൻസ് ഓർഗൻസുകൾ ഉണ്ട് അല്ലെ, നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഈ സെൻസ് ഓർഗൻസിൽ ഈ പറയുന്ന റിസപ്റ്റേഴ്സുകൾ ഉണ്ട്. ഇത് കൂടുതലായിട്ട് നമ്മൾ 2ാം പാഠഭാഗത്ത് പഠിക്കും. ഈ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഹികളാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഒരു ഹീറ്റ്, ചൂട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഈ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഇത് സ്വീകരിക്കുന്നു. സ്മെല്ല് വരുമ്പോഴോ നോസിലാണ് ഈ റിസപ്റ്റേഴ്സ് ഉള്ളത്, അവരാണ് ഈ സ്റ്റിമുലസിനെ സ്വീകരിക്കുന്നത്. ഇനി റിസപ്റ്റേഴ്സ് എന്ത് ചെയ്തു? സ്റ്റിമുലസ് എന്ന ഫാക്ടറിനെ സ്വീകരിച്ചു. എന്നിട്ട് സ്റ്റിമുലൈസിനെ അല്ലെങ്കിൽ സ്റ്റിമുലൈനെ, ഉദ്ദീപനത്തെ ഇമ്പൾസ് ആക്കി മാറ്റുന്നു, ആവേഗമാക്കി മാറ്റുന്നു. അതാരാണ്? നമ്മുടെ റിസപ്റ്റേഴ്സ് ആണ്, ഗ്രാഹികളാണ്. ഓക്കെ, ഉദ്ദീപനത്തെ ആവേഗമാക്കി മാറ്റുന്നത്, സ്റ്റിമുലസിനെ ഒരു ഇമ്പൾസ് ആക്കി, ഒരു ഇലക്ട്രിക്കൽ എനർജിയിലേക്ക്, അതായത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. അത് നമ്മുടെ ന്യൂറോണിലേക്ക് കിടക്കും, നാഡീകോശങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് ഇതിവിടെ എന്താവുന്നത്? ഇമ്പൾസ് ആയി മാറുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനാദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥയെ പറ്റിയാണ്. ഈ പാഠഭാഗവും അതിനെ പറ്റിയിട്ടാണ് ഉള്ളത്. അപ്പൊ എന്താണ് നെർവസ് സിസ്റ്റം, എന്താണ് നാഡീ വ്യവസ്ഥ? അതിനാണ് നിങ്ങൾ ഈ ഒരു പിക്ചർ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെയും മനസ്സിലാക്കാനും പ്രതികരിക്കാനും അതുപോലെ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് വിവിധ തരത്തിലുള്ള നാഡികളുണ്ട്, നെർവ്സുകളുണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് 3 ആൾക്കാരാണുള്ളത്. ഒന്ന് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം, നമ്മുടെ ഹെഡ് ഓഫ് ദി ബോഡി അല്ലെ, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നമ്മുടെ സുഷുമ്ന നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന എന്ന് നമ്മൾ പറയുന്നത്. അവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ തലയോട്ടിയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ നട്ടെല്ലിന്റെ ഉള്ളിലായിട്ടാണ് ആരുള്ളത്? ഈ ഒരു സുഷുമ്നയുള്ളത്. നട്ടെല്ലിന്റെ ഉള്ളിലൂടെയാണ് ഈ ഒരു നാഡി പോകുന്നത്. ദാറ്റ് ഈസ് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന. മൂന്നാമതായിട്ട് എന്താ വരുന്നത്? ബാക്കിയുള്ള നാഡീ ഞരമ്പുകളാണ്, നെർവ്സുകളാണ് വരുന്നത്. അതെല്ലാ ബോഡിയിലെയും നമ്മുടെ ഫിംഗർ ടിപ്പ് അല്ലെങ്കിൽ ടോയിന്റെ ടിപ്പ് വരെ, വിരലുകളുടെ അറ്റത്ത് വരെ എന്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? നമ്മുടെ നാഡികൾ കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ചൂടുള്ള പാത്രത്തിൽ നമ്മൾ തൊടുമ്പോൾ ആ ചൂടിനെ നമ്മുടെ നാഡികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. ആദ്യം അത് സ്വീകരിക്കുന്നത് ആരാണ്? റിസപ്റ്റേഴ്സ്, ഗ്രാഹികളാണ്. ആ ഗ്രാഹികളിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ ഈ ഒരു നാഡീ ഞരമ്പുകളിലേക്ക്, നെർവ്സിലേക്ക് പോകുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്ന ഭാഗങ്ങൾ. ഇനി ഈ നെർവസ് സിസ്റ്റം ഈ പറഞ്ഞിട്ടുള്ള ബ്രെയിൻ ആയിക്കോട്ടെ, സ്പൈനൽ കോഡ് ആയിക്കോട്ടെ, നെർവുകൾ ആയിക്കോട്ടെ, ഇവരുടെ ഒക്കെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഘടനാപരവും ധർമ്മപരവും ആയ അടിസ്ഥാന ഘടകം. ഓക്കെ, നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ബ്രെയിൻ ആയിക്കോട്ടെ, നമ്മുടെ മസ്തിഷ്കം ആയിക്കോട്ടെ, സുഷുമ്ന ആയിക്കോട്ടെ, നാഡികൾ ആയിക്കോട്ടെ, ഇവരെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക കോശം കൊണ്ടാണ്. ആ കോശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗവും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ്. പക്ഷേ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയിലുള്ള മസ്തിഷ്കവും സുഷുമ്നയും സ്പൈനൽ കോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതും ഇതേ കോശങ്ങൾ തന്നെയാണ്. പക്ഷെ കോശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്ത തരമാണ്, ഒരു പ്രത്യേക കഴിവുകൾക്കുള്ള കോശമാണ്. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോൺ, നാഡി കോശം എന്ന് പറയുന്നത്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പലതരത്തിലുള്ള ടിഷ്യൂസ് പഠിച്ചിരുന്നു അല്ലെ? കോശങ്ങൾ ചേർന്നിട്ടാണ് കലകൾ, ടിഷ്യൂസ് ആയി മാറുന്നതെന്ന്. അപ്പൊ അവിടെ നെർവസ് ടിഷ്യൂ നിങ്ങൾ പഠിച്ചു അല്ലെ? നാഡീ കോശം, നാഡീ കലകൾ എന്ന് പഠിച്ചു. ആ നാഡീ കലകളെ കുറിച്ച്, ആ നാഡീ കോശത്തെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഈ ന്യൂറോൺ എന്ന് പറയുന്നതാണ് എന്ത്? ദ നെർവ് സെൽ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശമാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ സ്ട്രക്ചറാണ്, ഘടനയാണ്. അതാണ് നമ്മൾ ഇവിടെ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ മിസ് ഒരു ചിത്രം വരച്ചിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൃത്തിയിൽ മിസ് കാണിച്ചു തരാൻ കാരണം ഇത് വരയ്ക്കാനാണ് എപ്പോഴും ചോദിക്കാറ്. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് ആദ്യം തന്നെ മിസ് ഒരു ന്യൂറോണിന്റെ ഘടന വരയ്ക്കാം. ഇതുപോലെ ഒരു നക്ഷത്ര രൂപത്തില് അല്ലെ, ഒരു സ്റ്റാർ പോലെയാണ് നമ്മുടെ ന്യൂറോണിന്റെ ആദ്യ ഭാഗമുള്ളത്. പിന്നെ ഇതിങ്ങനെ നീണ്ടുപോകും. പിന്നെയും ഇവിടെ ഇങ്ങനെ ബ്രാഞ്ചസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ബ്രാഞ്ചസുകൾ എൻഡ് ചെയ്തിട്ട് ചെറിയ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് പോലെ കാണാം. നിങ്ങൾക്ക് ചെറിയ ഒരു എന്താണ് നോട്ട്സുകൾ കാണും. ഇനി ഈ നക്ഷത്രത്തിന് ചെറിയ വാലുകളുണ്ട്. ഓക്കെ, ആ വാലുകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, 1ാമത്തെ ഭാഗം പഠിച്ചല്ലോ, അതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ്. ഈ വാലുകൾ ചേരുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, അതിന് മെയിൻ ബ്രാഞ്ച് ഉണ്ടല്ലോ അല്ലേ? ഈ ബ്രാഞ്ച്, അതിനെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. എന്താണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്? ഓക്കെ, ഡെൻഡ്രോൺ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഇനി അതിവിടേക്ക് വരുമ്പം ഇവിടെ ഇതാ ന്യൂക്ലിയസ് ഒക്കെ അടങ്ങിയ അതായത് ഒരു കോശത്തിന് ന്യൂക്ലിയസ് ഒക്കെ അടങ്ങിയ സൈറ്റോപ്ലാസം ഒക്കെ കാണുന്ന ഒരു വലിയ ഭാഗം, ആ ഭാഗമാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. അതിനെ നമ്മൾ എന്തു പറയുന്നു? സൈറ്റോൺ അല്ലെങ്കിൽ കോശ ശരീരം എന്ന് പറയുന്നു. സൈറ്റോൺ അല്ലെങ്കിൽ കോശ ശരീരം എന്ന് പറയുന്നു. അതാണ് നമ്മുടെ 3ാമത്തെ ഭാഗം. ക്ലിയർ ആയോ? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഭാഗം കണ്ടു, ഡെൻഡ്രോൺ എന്ന് പറയുന്ന ഭാഗം കണ്ടു, പിന്നെ നമ്മൾ സൈറ്റോൺ എന്ന് പറയുന്ന ഭാഗം കണ്ടു. പിന്നെ അവിടെ നിന്ന് ഒരു നീണ്ട ഭാഗമാണ് ഇവിടേക്ക് പോകുന്നത്. കാണുന്നുണ്ടല്ലോ ഈ നീണ്ട ഭാഗം. ആ നീണ്ട ഭാഗത്തിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോൺ എന്ന് പറയുന്നു. അതാണ് നമ്മുടെ 4ാമത്തെ ഭാഗം. ഇനി 5ാമത്തെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. ആക്സോണ് വീണ്ടും ശാഖ തിരിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ആക്സോണൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് ഈ ആക്സോണൈറ്റിന്റെ അറ്റത്തായിട്ട് നിങ്ങൾ എന്താ കാണുന്നേ? ചെറിയ നൊഡ്യൂൾ ആയിട്ട് കാണാം അല്ലെ? ബൾബ് പോലെ. അതിനെ നമ്മൾ എന്തു പറയുന്നു? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? സിനാപ്റ്റിക് നോബ്. ഓക്കെ, അപ്പം ഈ നൊഡ്യൂളിലേക്ക് ഏറ്റവും അറ്റത്ത് കാണുന്നതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു ഏതാ? 5 ഭാഗം. 6ാമത്തേതായിട്ട് സിനാപ്റ്റിക് നോബ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത്രയും ഭാഗം പ്രധാനമായിട്ടും ഒരു ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഈ ആക്സോൺ എന്ന് മിസ് പറഞ്ഞല്ലോ, അതായത് ഒരു നാഡീകോശത്തിന്റെ ഏറ്റവും നീളം കൂടിയ ലെങ്ത് ഉള്ള പോർഷൻ അല്ലെ, ലോങ്സ്റ്റ് പാർട്ട് ഓഫ് എ ന്യൂറോൺ എന്ന് പറയുന്നത് ഈ ആക്സോൺ ആണ്. അതിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സെല്ലുകൾ കാണാം. അതിനെ നമ്മൾ പറയുന്നതാണ് ഷ്വാൻ സെൽ. എന്താണ്? ഷ്വാൻ സെൽ എന്ന് പറയും, അല്ലെങ്കിൽ ഷ്വാൻ കോശം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഷ്വാൻ കോശം എന്ന് നമ്മൾ പറയും. അതാണ് നമ്മുടെ അവസാനത്തെ ഭാഗം. ഇതാണ് ഒരു ന്യൂറോണിന്റെ അടിസ്ഥാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ഷ്വാൻ സെല്ലിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും?
ന്യൂക്ലിയസ് ഉണ്ട് കേട്ടോ. ശ്വാനും ഒരു കോശമാണ്, അതിനും ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോ ഒരു ന്യൂറോണിന്റെ ഘടന എന്ന് പറയുന്നത് ഇത്രയുമാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇവിടെ ഡെൻഡ്രൈറ്റ് ആണ് ഒരു ബ്രാഞ്ച് ആയിട്ട് കാണുന്നത്, അത് കൂടി ചേർന്ന് ഡെൻഡ്രോൺ ആവുന്നു. ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഒക്കെ കാണുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ നമ്മൾ സൈറ്റോൺ അല്ലെങ്കിൽ കോശ ശരീരം എന്ന് പറയുന്നു. അത് നീണ്ടിങ്ങനെ കിടക്കുകയാണ്, അതിൽ നിന്ന് നീണ്ടു പോകുന്ന ആ ഭാഗത്തിനെ ആക്സോൺ എന്ന് പറയുന്നു. ആക്സോൺ പിന്നെയും ശാഖ തിരിഞ്ഞ് ബ്രാഞ്ചസ് ആയിട്ട് ആക്സോണായിട്ടായി മാറുന്നു. അതിന്റെ അറ്റത്തായിട്ട് ചെറിയ ചെറിയ എന്താണ് നൊഡ്യൂൾ പോലെ കാണാം അല്ലെ, അതിനെ നമ്മൾ എന്ത് പറയുന്നു? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്, ഈ ആക്സോണിന് ചുറ്റും കാണുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ, അതിനെയാണ് നമ്മൾ ശ്വാൻ സെൽ അല്ലെങ്കിൽ ശ്വാൻ കോശം എന്നും പറയുന്നത്. ഒരു ന്യൂറോണിന്റെ ഘടന അല്ലെങ്കിൽ ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ വരയ്ക്കാനും അടയാളപ്പെടുത്താനും പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫിഗർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അത് റീഡ്രോ ചെയ്താൽ മതി. അപ്പൊ അത് വരയ്ക്കാനും പഠിക്കണം. ആൻഡ് ഓൾസോ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അത് ലേബൽ ചെയ്യാനും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ഈ ശ്വാൻ സെല്ലും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ശ്വാൻ സെൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആക്സോണിനെ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാണ്, അതിനൊരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേരെ വെക്കുമ്പോൾ എന്താകും, ഇതുപോലെ ആകും അല്ലേ. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇതാ, എന്റെ കയ്യിൽ ഒരു വയറാണെങ്കിൽ അതിനെ ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഒരു സർക്കുലാർ പോർഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുക. ആ സർക്കുലാർ പോർഷൻ ആണ് മിസ് ഈ കാണിച്ചിട്ടുള്ള ഈ ബ്ലൂ ഭാഗം എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ആക്സോണിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം, ഒരു സെൽ ഓഫ് ശ്വാൻ കോശം കാണാം. അത് പിന്നെ ഇങ്ങനെ ചുറ്റുമായിട്ട് പൊതിഞ്ഞു പൊതിഞ്ഞു വരുന്ന കാണുന്നുണ്ടോ? അപ്പൊ ആക്സോണിന് ചുറ്റും ഇങ്ങനെ ശ്വാൻ കോശങ്ങൾ എന്ത് ചേരുന്നു, പൊതിഞ്ഞ് 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 ആവരണം ചെയ്യപ്പെടുന്നു. ഒരു ലെയർ ഓഫ് കോട്ടിങ് കൊടുക്കാണ്. അങ്ങനെ കോട്ടിങ് കൊടുത്തിട്ടാണ് അത് എന്തായി മാറുന്നത്, മൈലിൻ ഷീത്ത് ആയിട്ട് മാറുന്നത്. ഓക്കെ, മൈലിൻ ഷീത്ത് ആയിട്ട് മാറുന്നത് മനസ്സിലായോ? മൈലിൻ ഷീത്ത് ആയിട്ട് മാറുന്നത്, അതായത് നാഡികൾ അല്ലെ, നമ്മൾ മസ്തിഷ്കം പറഞ്ഞു, സുഷുമ്ന പറഞ്ഞു, നാഡികൾ പറഞ്ഞു, അതായത് ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവ്സ്. ഈ നെർവ്സിന്റെ ആക്സോണിന് ചുറ്റുമുള്ള ശ്വാൻ സെല്ലുകളാണ്. ആക്സോണിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്, മൈലിൻ ഷീത്തുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഷീത്തുകൾ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നത്, ശ്വാൻ സെൽ ഇങ്ങനെ 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 എൻസർക്കിൾ ചെയ്തിട്ടാണ്, ആവരണം ചെയ്യപ്പെട്ടിട്ടാണ്. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത്. ഓക്കെ, സോ മൈലിൻ ഷീത്ത് അങ്ങനെ അവിടെ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു. ഈ മൈലിൻ ഷീത്ത് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത് എവിടെയാ, നെർവ്സിലാണ്. പക്ഷെ മറ്റൊരു വ്യത്യാസം, ഇത് നാഡികളിലാണ്. മിസ് കണ്ടോ, ആക്സോൺ കണ്ടു, ആക്സോണിന് ചുറ്റുമായിട്ട് ആരാ വരുന്നത്, ശ്വാൻ സെല്ല് വെച്ചിട്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ ബ്രെയിൻ സെല്ലോ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡോ ആണ് എങ്കിൽ, നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ആണ് എങ്കിൽ ഈ പറയുന്ന ആക്സോൺ അല്ലെങ്കിൽ ന്യൂറോണിന് ചുറ്റും ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ് ഉള്ളത്. ശ്വാൻ സെൽ അല്ല, പകരം ഒളിഗോഡെൻഡ്രോസൈറ്റ് വെച്ചിട്ട് എന്തായി മാറുന്നു, മൈലിൻ ഷീത്ത് ഉണ്ടാക്കപ്പെടുന്നു. വ്യത്യാസം മനസ്സിലായോ? ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ് എങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് വെച്ചിട്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത്. നെർവ്സിലാണെങ്കിലോ അത് ശ്വാൻ സെല്ല് വെച്ചിട്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത്. ഈ ഒരു വ്യത്യാസം നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ മൈലിൻ ഷീത്തിന്റെ ഭാഗം ഇതാ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ ക്ലിയർ ആകും. ഇതുപോലെ ആക്സോണിനെ എന്ത് ചെയ്യുന്നു, എൻസർക്കിൾ ചെയ്യുന്നു. ഓക്കെ, അത് മാത്രമല്ല ഒളിഗോഡെൻഡ്രോസൈറ്റിന് മറ്റൊരു കഴിവുണ്ട്, ഒറ്റ ടൈമിൽ തന്നെ പല ന്യൂറോണുകളെ ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് പൊതിയാൻ പറ്റും. അതായത് നീരാളിനെ പോലെ, പല കൈകൾ ചേർന്ന് പിടിക്കുന്നത് പോലെ, ഒരു ഒക്ടോപസിനെ പോലെ എന്ത് ചെയ്യുന്നു, പല ന്യൂറോണുകളെ ഇങ്ങനെ പൊതിയാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഒളിഗോഡെൻഡ്രോസൈറ്റിനെ കാണാൻ കഴിയുന്നത്. പിന്നെ മൈലിൻ ഷീത്തിന്റെ നിങ്ങൾക്ക് കാണാം, മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മൈലിൻ ഷീത്ത് ഉള്ള ഭാഗത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നും ഇല്ലാത്ത ഭാഗത്തെ നമ്മൾ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. മൈലിൻ ഷീത്ത് ഉള്ള ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും ഇല്ലാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. അതാണ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈലിൻ ഷീത്തിന് ആ വെള്ള നിറം ഉള്ളത് കൊണ്ടാണ് ആ ഒരു വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്, മൈലിൻ ഷീത്ത് കാണാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയുന്നത്. ഓക്കെ,
യെസ്. പിന്നെ ഇവിടെ എന്താണ് 2 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത് ആണ്. ആ ഒരു ആക്സോണിനെ കവർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ന്യൂറോണിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ, അതുപോലെ സംരക്ഷണം, ഇമ്പൾസസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പറയുന്ന സിഗ്നൽസ് സ്റ്റിമുലൈ പോകുന്നത് ഇമ്പൾസ് ആയിട്ടാണ്. അപ്പൊ അത് പോകുമ്പോൾ നല്ല സ്പീഡിൽ പോകാനൊക്കെ സഹായിക്കുന്നത് നമ്മുടെ ഈ മൈലിൻ ഷീത്ത് ആണ്. ആൻഡ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഷോക്കൊന്നും അടിക്കുമ്പോൾ നമ്മുടെ ന്യൂറോണിനൊന്നും ബാധിക്കാതിരിക്കാൻ ഒരു ഇൻസുലേറ്റർ ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് ആരാണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാതെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു മൈലിൻ ഷീത്ത് ആണ്. ആൻഡ് പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത് മൈലിൻ ഷീത്ത് ആണ്. ഈ ഫങ്ഷൻസും ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇതാ ഒന്നാമത്തെ പാഠത്തിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നല്ല ബേസിക് ഐഡിയ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റും. സോ ഉഷാറായിട്ട് വരിക. ഇനിയുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ട് മിസ് വീണ്ടും വരും. ഈ ഒരു ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, പക്കവാക്കി മിസ് തന്നിരിക്കും. അപ്പൊ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എക്സ്ട്രാ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ ഫീഡ്ബാക്സ്, ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും കാണാം. See you soon. Bye bye.